രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ സേവനങ്ങൾ നൽകി വന്നിരുന്ന തുർക്കി കമ്പനിയായ സെലബിയെ വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച് ഡൽഹി ഹൈക്കോടതി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സ്വീകരിച്ച നടപടിയിൽ ഇടപെടാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. സ്വാഭാവിക നീതിയേക്കാൾ ദേശീയ സുരക്ഷയാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സച്ചിൻ ദത്തയാണ് ഹർജികൾ തള്ളിയത്. മുൻകൂർ നോട്ടീസോ മുന്നറിയിപ്പോ ഇല്ലാതെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിയ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ നടപടി ചോദ്യം ചെയ്ത് സെലിബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, സെലിബി കാർഗോ ടെർമിനൽ മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ സമർപ്പിച്ച ഹർജികളാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത്. സ്വാഭാവിക നീതിക്കും നടപടികളിലെ ന്യായത്തിനു മേലെയാണ് രാജ്യസുരക്ഷ. അക്കാര്യത്തിൽ സംശയത്തിനിടയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് കാരണമെങ്കിൽ ജുഡീഷ്യൽ പരിശോധന നടത്തേണ്ട വിഷയമല്ലെന്നാണ് ജസ്റ്റിസ് സച്ചിൻ ദത്തയുടെ നിരീക്ഷണം. തങ്ങളുടെ ഇന്ത്യൻ യൂണിറ്റ് പൂർണ്ണമായും ഇന്ത്യൻ കമ്പനിയാണെന്നും എല്ലാ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും വാദിച്ചെങ്കിലും മുഖവിലക്കെടുത്തില്ല. ഡ്രോണുകൾ നിർമ്മിക്കുന്ന തുർക്കി കമ്പനി ബൈക്കറുമായോ അതിന്റെ ഉടമ തുർക്കി പ്രസിഡന്റിന്റെ മകൾ സുമയ്യ എർഡോഗനുമായോ ബന്ധമില്ലെന്ന വാദങ്ങളും കോടതി അംഗീകരിച്ചില്ല. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സൈനിക സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനെ സഹായിച്ച പശ്ചാത്തലത്തിലാണ് മുംബൈയും ഡൽഹിയും കൊച്ചിയുമടക്കം രാജ്യത്തെ 9 പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡലിംഗ് ജോലികൾ ചെയ്തിരുന്ന തുർക്കി കമ്പനിയുടെ സുരക്ഷാ അനുമതി കേന്ദ്രം റദ്ദാക്കിയത്. ജനം, ഡൽഹി.